ഒരു ബാൻഡ് മേളം കൂടി വേണമായിരുന്നു. അതിനിത് റിപ്പബ്ലിക് ഡേയുടെ പരേഡല്ല. അറ്റൻഷൻ. ഓക്കെ, ആ വാള് താത്തി വെക്കി. ആ വാളും പരിചയമൊക്കെ പൊക്കി പിടി. അങ്ങ് പൊക്കി പിടിക്കടാ. ഇത് മതിയോ? അതിന്റെ പരിപാടിക്ക് വിളിക്കാതെ ഓസിന് വന്നവരൊക്കെ ഇറങ്ങിപ്പോ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് പോവാം. എന്തോ ഇതൊക്കെ ആരാ? ഇവരാണാ? നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാ. യുദ്ധം വിളിച്ചൊരു ഒറ്റ മനുഷ്യനും കാണില്ലല്ലോ. അപ്പം മുട്ടക്കറി ഉണ്ടെന്നപ്പോ വന്നേക്കണുണ്ട്. ഇന്ന് മുട്ടക്കറിയാർന്നാ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതേ മുട്ട വട്ടം കയറിയേക്കണു. മുമ്പിന്ന് മാറ്. ഇനി കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാം. ഇതാരുടെ കുതിരവണ്ടിയിൽ കസേര വെക്കാൻ മറന്നുപോയേ? അയ്യോ, ഞാനങ്ങ് മറന്നു. എന്നെ വിളിച്ച ഫിയറായോ? റോഡിന്റെ വട്ടം കയറി നിക്കാതെ ആ മൂലയിട്ട് മാറി നിൽക്ക്. ഓക്കെ, എന്നാ പൊക്കോ. എല്ലാരും വാള് വെക്ക്. ഉത്തരവ് പ്രഭു. നിന്നോട് ഈ വാള് വെക്കാനാണാ പറഞ്ഞേ? നീട്ടി വെക്ക്. ഇനി നീട്ടി വെച്ചിട്ടാണ് മേത്തേട് തിരിക്കാൻ. വേഗം കേറുവാ. ഇതെന്തോ സ്റ്റെപ്പാ. ശരിയാട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ കമ്മ്യൂണിറ്റി ഹാളിൽ പരിപാടി വെച്ചാൽ മതിയെന്ന്. എന്നാ തണുപ്പ. അല്ല, തലയെ തേക്കാൻ വെളിച്ചെണ്ണയാണോ? അതല്ല, ഇത് ഇതായിരുന്നു സെറ്റപ്പ് പുള്ളി. എടുത്തോട്ടെ. അങ്ങനല്ല, ആ വെൽഡ് ചെയ്ത ഭാഗം മുമ്പിട്ട്. ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ. ഞാൻ വെൽഡ് ചെയ്തതാ. വെച്ചോ. കൊള്ളാം. ഇതൊക്കെ ഏതാക്കറി കടയെന്നാണാവോ? ഇതാ രാജനല്ല, പൽവാൽ ദേവൻ. എന്റെ മകൻ. ഇത് കൂട്ടശ്ശരാലോ. ഇത് ഞാനെങ്ങനെ വായിക്കണേ? അങ്ങ് വായിക്കുന്നേ. നേരവണ്ണം മലയാളം അറിയാമല്ല, പിന്നെ ഇംഗ്ലീഷ്. അതെ, നീ എന്തെങ്കിലും ഒന്ന് പറ. എന്നെ രാജാവാക്കാൻ വേണ്ടി കള്ളോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ആകെ ഇവിടെ 100 വോട്ടുള്ളൂ. പക്ഷെ ഇവനെങ്ങനെ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് എനിക്കറിയാൻ പാടില്ലട്ടാ. കൊള്ളത്തരം കാണിക്കുകയാണെങ്കിലും ഒരു മയത്തിലൊക്കെ കാണിക്കണ്ടേ? ഖുഷിയും വേണമായിരുന്നു. പൽവാൽദേവന് എല്ലാവരും കൂടി ഒരു ജയ് കൊടുക്ക്. ജയ്. ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്കടാ. ഒരു 4 പേരും കൂടി ജയ് വിളിക്കണെങ്കിൽ 5 പേരായേനെ. പിള്ളേര് നാണം കെടുത്തി കളഞ്ഞല്ല. അവന്റെ ഹെൽമെറ്റിൽ നെറ്റ് ഉണ്ടല്ലോ. ഇത് പിടിച്ചോ. അവന്റെ കണ്ണീട്ട് തേച്ച് വെക്കി. അവന് ലെവൽ 1 ഹെൽമെറ്റ് കൊടുത്താൽ മതിട്ടാ. ശരിയാട്ടോ, ശോകാട്ടോ. കിട്ടുമായിരിക്കുമല്ലേ കാശ്? ശരി, എന്നാ നമ്മുടെ കാശ് കിട്ടും. ഇതൊന്നൊരു മൈൻഡ് ഇല്ലാതെ പോണേ. മാമന്റെ മോൻ കലക്കണോട്ടോ. ഇതിപ്പോ എന്താ പറയാ, പണ്ടാരും മറന്നു പോയില്ല. വേണ്ട, വായിക്കറിയില്ല. എന്നെ പോലെ തന്നെയല്ല. മഹേന്ദ്ര ബാഹുബലി എന്ന ഞാൻ. തരാൻ പറ്റില്ല, ഇറങ്ങി പോടാ. എന്റെ പിടിക്കാൻ തല്ലിട്ട് വരാം. എന്ത് മനുഷ്യരാടാ? ഇത്ര ആൾക്ക് കടം കൊടുക്കാനുണ്ടോ? കുത്തുവാളെടുക്കൂലോ. ഇവർക്ക് 2 ടർപ്പായി വലിച്ചേട്ടാൻ പാടില്ല. എന്ത് വെയില. അമരേന്ദ്ര ബാഹുബലി എന്ന ഞാൻ. ചേട്ടാ, ഇതന്നെയല്ലേ ഒരു പ്രാവശ്യം പറഞ്ഞേ. രാജ്യത്തിന്റെ സ്വത്ത് നശിപ്പിക്കാമെന്നും സംരക്ഷിക്കാമെന്നും. എന്നത് ഞാൻ ആദ്യം ഓർത്തവന്റെ ഫാൻസ് ആയിരിക്കും. എന്ത് മേലനങ്ങാതെ സമ്പാദിക്കാമെന്നും. അത് കൊള്ളാട്ടാ. രാജഗാമി ശിവര. എന്നത് യുദ്ധങ്ങളിൽ എനിക്ക് പകരം കട്ടപ്പയെ നിർത്താമെന്നും. അതൊരു മാതിരി മറ്റടുത്ത പരിപാടി ആയി പോയില്ല. മാമാന്ന് വിളിക്കണ്ടട്ടാ. അതെ, നിങ്ങളുടെ കൊട്ടു പോരാട്ടെ. ആദ്യം കഴിഞ്ഞ രാത്രി കാച്ചട മോനെ ഡയലോഗ് അടിക്കാതെ. നമ്മുടെ വാളിന് മൂർച്ചയൊക്കെ ഉണ്ടായിരുന്ന. സന്തോഷായി. അതെ, താഴെയിട്ടേക്കണ ഗ്രാനൈറ്റ് പൊട്ടിച്ചാൽ എല്ലാവരും കാശ് വാങ്ങൂട്ടോ. വൈബ്രേഷനാ. ഇതെന്തോ ഓട്ടോറിക്ഷ? എന്റെ മുണ്ട്. ഒരു നിക്കറിട്ടൂടാ. ഈ കട്ടപ്പ കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി തരോ? ഗുളികം പിടിച്ച സമയത്ത് ഇതെന്താ മസാജറോ? പൊങ്ങലോന് എന്നാ എന്റെ പാത്രം പോയിക്കേ വേണ്ടുമുള്ളേ. ഈ ആനയുടെ ഒരു കാര്യം. അയോധ്യ നോക്കിയേ.
ആ കസേരയിലോട്ട് ബാഹുബലി. ഇത് ഏത് പാൻ മസാല കടയിൽ നിന്ന് എടുത്തിട്ട് വന്ന കൂടെയാടാ പാൻ മസാലയല്ല ഐസ്ക്രീം കട